നല്ല ആളാണ്. ഞാൻ നിന്നെ എവിടെയൊക്കെ തിരക്കി. എന്തിനാ? തമ്പിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അത് അറിയിക്കാണ്ട് ഒരു സ്വസ്ഥതയും കിട്ടണില്ല. അതാ തിടുക്കത്തിൽ പുറപ്പെട്ടതേ. ഞെട്ടരുത്. ഞെട്ടിക്കേണ്ട കാര്യങ്ങൾ ഞെട്ടി തന്നെ കേൾക്കണം. അതാ അതിന്റെ ഒരു സുഖം ആണല്ലോ. എന്നാൽ ഞെട്ടത്തക്ക വിധത്തിൽ ഈ ശരീരത്തെ ഒന്ന് പാകപ്പെടുത്തി വച്ചാട്ടെ. ദളപതി 69 ദളപതി വിജയുടെ അവസാന ചിത്രം. ദളപതിയുടെ അവസാന റിലീസ്. ബാല, ഇങ്ങനെയൊന്നും നീ എന്നോട് പറയരുത്. ഒരുപാട് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാ. ഒന്നും ഓർക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ അത് തന്നെ ഞാനും പറയുന്നത്. ദളപതി 69 ശേഷം വിജയ് അഭിനയമൊക്കെ നിർത്തി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി 2026 മുഖ്യമന്ത്രി ആവാനുള്ള പരിപാടികളൊക്കെ ആരംഭിച്ച കാര്യം ഓൾമോസ്റ്റ് ഒഫീഷ്യലായി തന്നെ കൺഫേം ചെയ്തിരുന്നു. Happy or sad? Sad. പക്ഷെ എന്റെ നോവലിൽ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റാണ്, ഒരു വമ്പൻ ട്വിസ്റ്റ്. ഇപ്പോ ദളപതി 69 തന്നെ വൺ ലാസ്റ്റ് ഡാൻസ് എന്ന ടാഗിലാണ് പ്രൊമോട്ട് ചെയ്യുന്നത് പോലും. പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. താനൊന്ന് തെളിച്ചു പറയണോ? അതെ ഷൺമുഖ. ദളപതി 69 ശേഷം ഒരു പടം കൂടി വിജയ് കമ്മിറ്റ് ചെയ്തു എന്നാണ് ഇപ്പോ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നേരാന്നോടാ നീ പറഞ്ഞത്? നേരാ കൊച്ചമ്മേ. അതായത് ദളപതി 70 ഉണ്ടായിരിക്കും. അതെ, ഇത് ഞാൻ തകർക്കും. ഈ ദളപതി 70 പറ്റി ഇപ്പൊ ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. മാരക അപ്ഡേറ്റ് ആണ്. എന്താണ്? ദളപതി 70 പ്രൊഡ്യൂസ് ചെയ്യുന്നത് 7 സ്ക്രീൻ സ്റ്റുഡിയോയാണ്. ഞാൻ പ്രസിഡന്റ് ആയിട്ടുള്ള അതെ അല്ല, ഞങ്ങൾ ഇങ്ങനെ ഒരു സ്വീകരണത്തിന്റെ കാര്യം ആലോചിച്ചില്ലായിരിക്കും, ഇനി ആലോചിച്ചാൽ മതി. പടം ഡയറക്ട് ചെയ്യുന്നത് നമ്മുടെ ലോകേഷ് കനകരാജും. ഇപ്പൊ എന്താ പറഞ്ഞ? പടം ഡയറക്ട് ചെയ്യുന്നത് നമ്മുടെ ലോകേഷ് കനകരാജും. വെറുതെ തമാശ കളിക്കരുത്. തമാശയല്ല, നീ കേട്ടതൊക്കെ സത്യമാണ്. ലിയോയ്ക്ക് ശേഷം 7 സ്ക്രീൻ സ്റ്റുഡിയോയുടെ ബാനറിൽ ലോകേഷ് കനകരാജ് ദളപതി 70 സംവിധാനം ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിന്റെ കാര്യത്തിൽ തീരുമാനം. ഇത്തിരി നാളെ ആയുള്ളൂ മനസമാധാനത്തോടെ ഉറങ്ങാൻ തുടങ്ങിയിട്ട്. ഇത്രയും ശിക്ഷിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് അതിനോട് ചെയ്തത്? നിനക്കെന്താ പേടിയുണ്ടോ? മനസ്സിലായി. പക്ഷെ ഈ പ്രോജക്ട് ഉടനെ ഒന്നും ഉണ്ടായിരിക്കില്ല. ആശ്വാസമായി. ഈ ഏപ്രിൽ വിജയ് 2026 ഇലക്ഷനിലേക്കുള്ള എന്തോ വലിയൊരു വള്ളി പിടിക്കാൻ പോവുക. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ദളപതി 70 ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പൊ റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷേ വരാനുള്ള വെടി വഴി തങ്ങൂല. പേടിപ്പിച്ച് നോക്കുക. അല്ലേ വേണ്ട. ഇപ്പഴേ എന്തിനാ പറഞ്ഞു പേടിപ്പിക്കുന്നേ? സ്ഥിരം പറഞ്ഞ് ഒഴിവാക്കും പോലെ ഇതൊരു റൂമർ അല്ല. നിങ്ങൾ എഴുതി വെച്ച ലോകേഷ് കനകരാജിന്റെ ഡയറക്ഷനിൽ മൂന്നാമതൊരു വിജയ് പടം കൂടി സംഭവിക്കും. ശേരൻകുട്ടി, നീ ഒന്നുറപ്പിച്ചോ? നിന്റെ അന്ത്യം ആരംഭിച്ചു കഴിഞ്ഞു. ദളപതിയും 7 സ്ക്രീൻ സ്റ്റുഡിയോയും ലോകേഷ് കനകരാജ് ആയതുകൊണ്ട് പടം ലിയോ 2 ആണോ അല്ലെന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. മേ ബി ലിയോ 2 ആവാം. വെറുതെ ആശ തറരുത് കേട്ടോ. എന്തായാലും നമ്മൾ കരുതിയിരിക്കുന്നത് നല്ലതാ. മേ ബി ലിയോ 2 ആവാം, അല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റ് ആവാം. അങ്ങനെ എന്തായാലും അങ്ങനെ ഒന്ന് ഇനി സംഭവിച്ച ഹൈപ്പ് എന്താന്ന് അവർ ഒന്നുകൂടെ കാണിച്ചു തരും. ഞാൻ പറയാനുള്ള പറഞ്ഞു. ഞാൻ ചെപ്പിനട്ടെ. Let's start the game again. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.